എഡ്കുട്ടീസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 70% വർക്കുകൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് നമ്മുടെ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ. ഇന്ത്യയിലെ ഒറ്റ തൂണിൽ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയ 6 വരി ഉയരപാത. ഈ ഉയരപാതയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. പെയിൻറ്റിംഗ് വർക്കുകൾ വരെ സ്റ്റാർട്ട് ചെയ്ത് ഗംഭീര പുരോഗതിയിലാണ് ഇവിടെ വർക്കുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് തുറവൂരിൽ നിന്നാണ്. ഇവിടെ തൂണുകളിലെ നീല പെയിൻറ് അടിച്ചിരിക്കുന്നതായിട്ട് കാണാം. മുകൾ തട്ടിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ ഈ ഒരു ഭാഗത്ത് പൂർണ്ണമാണ്. അടിഭാഗത്തേക്ക് നോക്കുമ്പോൾ കോൺക്രീറ്റ് ചെയ്തതിന് താഴെയായിട്ട് ആഷ് കളറിലെ പെയിൻറ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തൂണിൻ്റെ താഴെ ശ്രദ്ധിച്ചാലും മനസ്സിലാവും, അവിടെയും മണ്ണ് നീക്കം ചെയ്ത് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാതയിലേക്ക് പ്രവേശിക്കാൻ 2ഉം തിരിച്ചിറങ്ങാൻ 4ഉം വഴികളാണ് ഉള്ളത്. ഈ ഉയരപാത ആരംഭിക്കുന്ന തുറവൂരും അവസാനിക്കുന്ന അരൂരും വഴി മാത്രമേ ഈ പാതയിലേക്ക് വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. 5 റീച്ചുകളിലായിട്ടാണ് ഇതിൻ്റെ വർക്ക് നടക്കുന്നത്. പണി പൂർത്തിയായിട്ടുള്ള പല സ്ഥലങ്ങളിലും പെയിൻറ്റിംഗ് വർക്കുകൾ സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് മുന്നോട്ട് പോകാൻ നേരത്ത് ആ ഭാഗങ്ങളൊക്കെ കാണാം. കുത്തിയതോടും ചന്തിരൂരും റാമ്പുകൾ പണിയുന്നുണ്ട്. താഴേക്കുള്ള ദേശീയപാതയിലേക്ക് ആ റാമ്പുകൾ വഴി നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റും. ഇതുകൂടാതെ അരൂരും തുറവൂരും ഇറങ്ങാം. ഉയരപാതയ്ക്കിടയിലെ ഈ 2 റാമ്പുകൾക്ക് പുറമെ എരമല്ലൂരിൽ ഒരു ടോൾ പ്ലാസയും വരുന്നുണ്ട്. 12.75 കിലോമീറ്റർ ദൂരത്തിൽ നിർമ്മിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ഉയരപാതയാണിത്. 354 ഒറ്റ തൂണുകളിലാണ് ഇത് നിർമ്മിക്കുന്നത്. 9 മീറ്റർ ഉയരമാണ് ഈ തൂണുകൾക്ക് ഉള്ളത്. ഇതിന് മുകളിൽ പിയർ ക്യാപ്പ് നിർമ്മിച്ച് അതിന് മുകളിലാണ് 32 മീറ്റർ നീളം വരുന്ന കോൺക്രീറ്റ് ഗർഡറുകൾ സ്ഥാപിക്കുന്നത്. പണി പൂർത്തിയായിട്ടുള്ള ഭാഗത്ത് നിന്ന് ഇവരുടെ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് യാത്ര കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ട്. ഈ ഒരു ഭാഗം വരെ മുകൾ ഭാഗത്തെ കോൺക്രീറ്റ് വർക്കുകൾ പൂർണ്ണമാണ്. മുന്നോട്ട് ഗർഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, എന്നാൽ കോൺക്രീറ്റ് വർക്കൊന്നും ആരംഭിച്ചിട്ടില്ല. പാട്ടുകുളങ്ങര ഏരിയയിൽ കൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 2 തൂണുകൾക്കിടയിൽ 7 കോൺക്രീറ്റ് ഗർഡറുകൾ സ്ഥാപിച്ച് അതിന് മുകളിലാണ് ഉയരപാത വരുന്നത്. 24 മീറ്റർ വീതിയെങ്കിലും ഉണ്ടാവും ഈ പാതയ്ക്ക്. ഈ ഒരു ഏരിയ വരെ ഗർഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടുന്ന് മുന്നോട്ട് കുറച്ചൊരു ഗ്യാപ്പുണ്ട്. അരൂർ മുതൽ തുറവൂർ വരെ ഇനി വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഗർഡറുകൾ സ്ഥാപിക്കാനായിട്ടുള്ളൂ. നമ്മളിപ്പോൾ കുത്തിയതോട് വരെ ആയിട്ടുണ്ട്. ഇവിടെ ഒരു എക്സിറ്റ് പോയിൻ്റ് ഉണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള തൂണുകളുടെ നിർമ്മാണവും ഈ ഒരു ഏരിയയിൽ തന്നെ നടക്കുന്നുണ്ട്. അത് മറുവശത്തായതുകൊണ്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കാത്തത്. ഈ എക്സിറ്റ് പോയിൻ്റ് വഴി നമുക്ക് ഈ താഴേക്കുള്ള ഈ ദേശീയപാതയിലേക്ക് ഇറങ്ങാനായിട്ട് പറ്റും. ഇവിടെ ഈ പാലത്തിന് മുകളിലായിട്ട് ഇരുമ്പിൻ്റെ ഗർഡറുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ബ്ലോക്കുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ചന്തിരൂര് മുതൽ അരൂർ വരെയുള്ള ആ ഒരു ഭാഗമാണ്. ചിലപ്പോഴൊക്കെ മണിക്കൂറുകൾ തന്നെ വേണ്ടി വരും ആ ഒരു ഏരിയ ഒന്ന് കടന്നു കിട്ടാനായിട്ട്. ഇവിടുന്ന് മുന്നോട്ട് മുകൾ തട്ടിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ പെയിൻറ്റിംഗ് വർക്കുകളൊന്നും സ്റ്റാർട്ടായിട്ടില്ല. ഇതുവഴിയുള്ള യാത്ര ഇപ്പോൾ യാത്രക്കാർക്ക് ക്ഷമയുടെ വലിയൊരു പരീക്ഷണമാണ്. ഗതാഗത കുരുക്കും നീണ്ട കാലതാമസവും ഒക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഏകദേശം 3 വർഷം ആവുകയാണ്. എങ്കിലും വലിയൊരു സ്വപ്ന പ്രതീക്ഷ അതിനൊപ്പം തന്നെയുണ്ട്. 2200 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഈ പദ്ധതി പൂർത്തിയാകുമ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലെ രാജ്യത്തിലെ ഏറ്റവും നീളം കൂടിയ ഫ്ലൈ ഓവർ ആയിരിക്കും ഇത്. 2026 മെയ് ഒക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത്.
ചമ്മനാട് വരെ ഈ ഒരു കോൺക്രീറ്റ് വർക്കുകൾ ആയിട്ടുണ്ട്. ബാക്കി മുന്നോട്ട് ഗർഡറുകൾ സ്ഥാപിച്ച് വരുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ എരമല്ലൂർ വരെ ആയിട്ടുണ്ട്. എരമല്ലൂർ ജംഗ്ഷന് തെക്ക് ഭാഗമാണ് ഈ കാണുന്നത്. ടോൾ ബൂത്തിൻ്റെ നിർമ്മാണം ഇവിടെ നടക്കുന്നുണ്ട്. 28 മീറ്റർ വീതിയിലാണ് ടോൾ പ്ലാസയുടെ നിർമ്മാണം നടക്കുന്നത്. ഈ ഒരു ഭാഗത്ത് കൂടുതൽ സ്ഥലം ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. നിലവിലൂടെ 6 വരി പാതയും പിന്നെ ടോൾ ബൂത്തും പിന്നെ മീഡിയനും എല്ലാം കൂടി ആകുമ്പോൾ സ്ഥലം തികയാതെ വരും. അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് കൂടുതൽ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. ദേശീയപാതാ വിഭാഗം നേരിട്ടായിരിക്കും ടോൾ പിരിക്കുന്നത്. നിർമ്മാണ ചെലവ് ഏകദേശം പൂർണ്ണമായിട്ടും പിരിഞ്ഞു കഴിഞ്ഞാൽ ടോൾ പിരിവ് 40% കുറയുമെന്നാണ് റിപ്പോർട്ട്. ഏതായാലും ടോൾ പ്ലാസയുടെയും റാമ്പുകളുടെയൊക്കെ പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് മുന്നോട്ടും മുകൾ തട്ടിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ പെയിൻറ്റിങ് വർക്കുകളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഏകദേശം 2500ഓളം തൊഴിലാളികളും 350 യന്ത്രങ്ങളും ഈ ഒരു നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ച ശേഷം ഈ ഒരു പാതയിൽ ധാരാളം റോഡ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളും ഉണ്ട്. ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും ഇതിനെല്ലാം അപ്പുറം ഈ ഒരു എലിവേറ്റഡ് ഹൈവേ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാവണമെന്ന് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഈ ഉയരപാതയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുന്നവർക്കായിട്ട് നമ്മൾ ആകാശ ദൃശ്യങ്ങളുമായിട്ട് ഉടനെ എത്തുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക.